ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നത്തെയും പോലെ സൂപ്പ് ഇന്നും വന്നിരിക്കുന്നത് അടിപൊളി കിടുക്കാച്ചി ഒരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നത്. അപ്പോൾ നമ്മുടെ ചൂട് കാലാവസ്ഥയ്ക്ക് പറ്റിയൊരു കിട്ടില്ല പായ്ക്കാണിത്. അപ്പോൾ വരണ്ട ചർമ്മമായിട്ടൊക്കെ ഇരിക്കുന്നവർക്ക് സ്കിന്നൊക്കെ സോഫ്റ്റ് ആവാനും ബ്രൈറ്റ് ആവാനും ഒക്കെ അടിപൊളി പായ്ക്കാണ്. നിങ്ങളിത് ചെയ്ത് നോക്കണം കേട്ടോ. ഇന്നലെ നമ്മുടെ ഇവിടെ രാത്രിയിലെ 11:30 മഴ പെയ്തു. ഞാൻ വീഡിയോ സന്തോഷം കൊണ്ട് എനിക്ക് നിൽക്കാൻ വയ്യായിരുന്നു. ചെറുതായിട്ട് മഴ പെയ്തു. രാവിലെ മുതൽ ഇങ്ങനെ മന്ദാരം അടിച്ച് കിടന്നിത് കേട്ടോ. അപ്പോഴെന്തായാലും കുഞ്ഞൊരു മഴ ഞങ്ങൾക്ക് തന്നു കേട്ടോ. ചെറിയ മഴ പെയ്യും, അതിൽ ഭയങ്കര ചൂട് ഇളകും. കുഴപ്പമൊന്നും ഇല്ല കേട്ടോ, നല്ല ആവിയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ പായ്ക്കൊക്കെ നമുക്ക് ഇട്ട് നോക്കാം. കിടിലൻ കിടുക്കാച്ചി കിടു പായ്ക്കാണ് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം. 4 ഐറ്റങ്ങൾ മാത്രം മതി. ഗോതമ്പ് പൊടി വേണം, തൈര് വേണം, തക്കാളിക്കൂട്ടനെ വേണം, രക്തചന്ദനം കട്ടയായാലും കുഴപ്പമില്ല കേട്ടോ. സൂപ്പിൻ്റെ കയ്യിൽ നമ്മൾ ആ വാങ്ങിച്ച പൊടി ഇവിടെ ഇരിക്കുന്നു. അപ്പോഴത് നമുക്ക് ഇട്ട് തീർക്കണമല്ലോ. അപ്പോഴേ ഈ ഒരു 4 പേരെ നമുക്ക് എടുത്ത് മിക്സ് ചെയ്ത് മുഖത്തിട്ട് കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളി, നല്ല തണുപ്പിന് അടിപൊളിയാണ്. ഇന്ന് സാമ്പാറായിരുന്നു നമ്മുടെ വീട്ടിലെ. ഒരു കുഞ്ഞ് തക്കാളി ഞാൻ അതിനകത്ത് കുറവ് ചെയ്തിട്ടാണ് നമ്മളിവിടെ പായ്ക്കിടാൻ വന്നിരിക്കുന്നത് കേട്ടോ. സരസു കാണണ്ട, എന്നും നീ ഇവിടെ തക്കാളി വാങ്ങിക്കുന്നുണ്ട്, പക്ഷെ സാമ്പാറിനകത്ത് തക്കാളി ഇവിടെ കാണുന്നില്ലെന്നെങ്ങാണ് പരാതി എങ്ങാണ് നമ്മുടെ സരസു പറഞ്ഞല്ല. അപ്പോഴതേ ഒരു കുഞ്ഞ് തക്കാളിക്കൊട്ടനെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് മതിയല്ലോ, നമുക്ക് കുറച്ച് അതിനകത്ത് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ പായ്ക്കൊക്കെ തയ്യാറാക്കാം കേട്ടോ. ഇതേ നമുക്ക് ആവശ്യത്തിന് നമുക്ക് വേണ്ട ഗോതമ്പ് പൊടി എടുക്കാം. വേഗം തന്നെ നമുക്ക് വീഡിയോ ഒക്കെ തീർക്കാം കേട്ടോ. നാളെ മുതൽ നമ്മുടെ അമ്പലത്തിൽ സപ്താഹം ഒക്കെ നടക്കുകയാണ്. സുപ്പ് ഇനി അമ്പലപ്പറമ്പിലാണ് നാളെ മുതൽ കേട്ടോ. ഇതേ അനൗൺസ്മെൻറ്റ് ഇന്നലെ വൈകിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴെല്ലാവരും വരണം സപ്താഹത്തിന്. സപ്താഹം കഴിയുന്ന ഉടനെ നമുക്ക് പിറ്റേന്ന് ഉത്സവമാണ് കേട്ടോ. നമ്മുടെ മഹാദേവനാണ് അവിടെ ഇരിക്കുന്നത്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന നമ്മുടെ മഹാദേവനാണ് അവിടുത്തെ പ്രതിഷ്ഠ കേട്ടോ. അപ്പോൾ ഈ സുപ്പ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് മഹാദേവനെ. പുള്ളിക്കാരൻ ഇടയ്ക്ക് പറയും, എൻ്റെ സുപ്പ് പെണ്ണേ, നിനക്ക് ഒരു ജോലിയില്ലേ, നീ ഇങ്ങനെ ഈ ഉറക്കത്തിൽ എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെയാണെന്നൊക്കെ നമ്മുടെ മഹാദേവൻ ഇടയ്ക്കിടയ്ക്ക് അരുളിയൊക്കെ ചെയ്ത് എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ. ഇതേ നമ്മുടെ രക്തചന്ദനത്തിൻ്റെ പൊടി അനൗൺസ്മെൻറ്റ് കേട്ടോ. നാളെ മുതൽ അപ്പോഴേ സുപ്പു അമ്പലപ്പറമ്പിലാണ് കേട്ടോ. നമ്മുടെ ആ കുഞ്ഞു തക്കാളിക്കുട്ടനെയും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് അവൻ്റെ നീരും കൂടെ കുറച്ചൊക്കെ അങ്ങോട്ട് നമുക്ക് എടുക്കാം കേട്ടോ. കുറച്ച് മതിയല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചെറിയ കുട്ടനെ എടുത്തത്. നല്ല നീരുള്ളതാട്ടോ. നമുക്ക് അരച്ചോ എങ്ങനെ വേണേലും നമുക്കിത് ചെയ്യാം. ഞാൻ പേടിച്ചു പോയിട്ടോ, ഇത്രയും നേരം ഞാൻ വീഡിയോ എടുത്തത് പോയല്ലോ എന്ന് വിചാരിച്ചു, ഓണല്ലെന്ന് വിചാരിച്ചു. ഒരു നിമിഷം ഒരു ലഡുവൊക്കെ പൊട്ടി കേട്ടോ ഈ സുപ്പുവിൻ്റെ നെഞ്ചത്ത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തോരം കഷ്ടപ്പെട്ടാ സത്യം പറഞ്ഞ ഓരോ വീഡിയോ ചെയ്യുന്നത്. പരിഹാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരു വീഡിയോ ചെയ്യുന്നതിൽ. അപ്പോഴതെല്ലാം തരണം ചെയ്തിട്ടാണ് ഈ സുപ്പുവിനെ പോലെയുള്ള നിങ്ങളും വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരു പാല വിട്ടാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ എപ്പോഴും. സുപ്പു ആർക്ക് കമൻറ്റ് ഇട്ടാലും ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രമാണ് കമൻറ്റ് ഇടുന്നത്. എന്നെ പറ്റിക്കുകയാണ് ചിലരൊക്കെ കേട്ടോ. എനിക്കതറിയാം, നന്നായിട്ട് എനിക്കറിയാം. ദൈവകോപം ഉണ്ടാവും നിങ്ങൾക്ക് കേട്ടോ, വീഡിയോ കാണാതെ കേട്ടോ. കമൻ്റൊക്കെ അയക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കമൻ്റൊക്കെ അയക്കുന്നവർ ഫുള്ളായിട്ടൊക്കെ കണ്ട് കമൻ്റൊക്കെ അയക്കുക. നമുക്കറിയാം വണ്ടനാണ് ഇന്നത്തെ നമ്മുടെ പായ്ക്കിടാൻ വന്നേക്കുന്നത്. പൊക്കണം, എനിക്കിവിടെ തികയുന്നില്ല, പിന്നെ നിനക്ക് എന്തിരുന്ന് തമാശ പറഞ്ഞല്ലേ. എടാ പോടാ, ഞാൻ ഇട്ടതിൻ്റെ ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ നിനക്ക് ഞാൻ തരാം കേട്ടോ. അപ്പോൾ ദയവായി എൻ്റെ കൂട്ടുകാരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണേ ഈ സുപ്പുവിനെയും കൂടെ കേട്ടോ. നമുക്കറിയാം, കമൻ്റ് ഇടുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരെത്രത്തോളം അടിപൊളി കിടുക്കാച്ചി. അത് ഞാൻ പണ്ടേ വിശ്വസിക്കാത്ത ഒരു ടൈപ്പാണ് കേട്ടോ.
അപ്പോഴത്തെ നമ്മുടെ പായ്ക്കൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് വന്നു. മുഖം കഴുകിയിട്ട് വന്നതാ, പക്ഷെ ഒരു തുള്ളി മുഖമല്ല, ഒരു തുള്ളി വെള്ളം പോലും നമ്മുടെ മുഖത്തില്ലെന്നുള്ളതാണ്. അത്രയ്ക്കൊരു ചൂടാണ് കേട്ടോ. പിന്നെ നമുക്ക് മുഖം കഴുകിയിട്ട് വന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് കൂട്ട് കറക്റ്റാണോ നോക്കണം. നമ്മുടെ മുഖത്തുനിന്ന് പിടിച്ചിരിക്കണം കേട്ടോ. ഈ കാക്കച്ചി മഹാ അലമ്പ എന്നും ഇങ്ങനെ അലമ്പുണ്ടാക്കി നിങ്ങൾ എന്നെ എടുത്ത് എറിയെന്നാ തോന്നുന്നത്. ഈ യൂട്യൂബിനകത്തുനിന്ന് എന്ത് ചെയ്യാനാ, കുഞ്ഞുവാവന്മാരുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ മാർക്ക് കേട്ടോ. കൂടും അതാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റായി നമ്മുടെ കേട്ടോ. വേഗം തന്നെ നമുക്ക് പായ്ക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കട്ടിക്ക് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അടിപൊളിയാണ്. രക്തചന്ദനത്തിൻ്റെ രഹസ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. കട്ട കിട്ടുവാണെങ്കിൽ ഈ സുപ്പനും കൂടെ തന്ന് സഹായിക്കണം. അപ്പോൾ ഇനി നമുക്ക് അങ്ങാടിക്കടയിലൊക്കെ പോകണം കേട്ടോ. ഞാനങ്ങനെ പോകാറില്ല. നമ്മൾ എന്തോ അന്നേരം നമ്മുടെ അണ്ണൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടാണ് ഞാൻ വാങ്ങിപ്പിക്കുന്നത് കേട്ടോ. അപ്പോഴെന്തായാലും ഇത് തീർന്നിട്ട് ഞാനിനി കട്ട ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങിപ്പിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോഴിത് ഞാൻ പായ്ക്ക് ഫുള്ളായിട്ടൊന്ന് ഇട്ടിട്ട് വരാം കേട്ടോ. 15 മിനിറ്റ് നമുക്ക് ഇട്ടിട്ടിരിക്കാം. അപ്പോഴിതാ നമ്മൾ പായ്ക്കൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല കട്ടിക്ക് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം. ഈ പായ്ക്ക് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് മുഖക്കുരുവൊക്കെ വരുമ്പോൾ വന്നു പോയ പാടുകൾ, കറുത്ത പാടുകളൊക്കെ ഉണ്ടല്ലോ. സത്യം പറയാൻ ചിലർക്കൊക്കെ മുഖക്കുരു വന്നു പോയതിന് ശേഷം ഇങ്ങനെ കുഴി പോലൊക്കെ ആവും. വലിയ മുഖക്കുരു ആകുമ്പോൾ വലിയതായിട്ട് കുഴികളുമൊക്കെ വന്നത് കറുത്തിരിക്കുന്നതാണ് കേട്ടോ. ഞാൻ ഇത്രയും പേർക്ക് അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോഴാ മുഖക്കുരുവിൻ്റെ വന്നു പോയ കലകളൊക്കെ മാറാനും വീണ്ടും മുഖക്കുരു വരാതെ ഇരിക്കാനും ഒക്കെ നല്ലതാണ് നമ്മുടെ ഈ ഒരു പായ്ക്ക് കേട്ടോ. അപ്പോഴേ പിന്നെ നമുക്കൊരു തണുപ്പാണ് ഇത് കേട്ടോ. നമ്മുടെ മുഖത്തിട്ടാൽ ഒരു തണുപ്പ് കിട്ടും നമുക്ക്. അപ്പോഴേ ഈ വരണ്ട കാലാവസ്ഥയ്ക്ക് നിങ്ങളുടെ അവിടെയൊക്കെ മഴയൊക്കെ പെയ്തോ? ഇവിടെ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ രാത്രി മഴ പെയ്തു. അവിടെ ഈ ഒരു കാലാവസ്ഥയ്ക്കൊക്കെ പറ്റിയ കിടുക്കാച്ചി പായ്ക്കുകളാണ് സുപ്പു കാണിച്ചു തരുന്നത്. പിന്നെ രക്തചന്ദനത്തിൻ്റെ ആ പെണ്ണിൻ്റെ രഹസ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. എന്തുമാത്രം നല്ല കട്ടയാണെങ്കിൽ വാങ്ങിച്ചു വെച്ചോളൂ കേട്ടോ. അപ്പോഴേ അടിപൊളി കിടുക്കാച്ചിയാണ്. കളറ് കിട്ടാൻ ഇനിയിപ്പം കളറ് കിട്ടിയില്ല എന്നൊന്നും പറഞ്ഞ് ആരും വിഷമിക്കേണ്ട. തുടർച്ചയായിട്ട് നമുക്ക് ഇത് ചെയ്യാം കേട്ടോ. തുടർച്ചയായിട്ട് നമുക്കിത് ചെയ്യാം. നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്ന് സുപ്പുവിനോട് പറയണം കേട്ടോ. ഇന്നലത്തെ പായ്ക്കിട്ടിട്ട് ആരും പറഞ്ഞൊന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. വീഡിയോ ഫുള്ളായിട്ടൊന്നും ആരും കാണാനൊന്നും നിൽക്കുന്നില്ലെന്നുള്ളത് കേട്ടോ. നമുക്ക് 15 മിനിറ്റ് സംസാരിക്കാതെ ഇരിക്കണം. ചുളിവുകൾ വീഴാൻ സമ്മതിക്കരുത്. അപ്പോഴേ നമുക്കറിയാം പായ്ക്കിട്ടിരിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും. ഇങ്ങനെ പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടെങ്കിൽ സംസാരിച്ചു നമുക്ക് മനസ്സിലാവും. പക്ഷെ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കാതെ ഇരിക്കുമ്പോൾ നല്ല ഗ്ലേസിങ് ആയിട്ടിരിക്കുന്നതാണ്. ഈ കവിളൊക്കെ നല്ല അടിപൊളി ഗ്ലേസിങ് ആയിട്ടിരിക്കും. അപ്പോഴും നിങ്ങൾ ഇതൊന്ന് തേച്ചിട്ട് കുഞ്ഞിനെ പതുക്കെ നിങ്ങളൊന്ന് മസാജൊക്കെ കൊടുക്കണം. അപ്പോൾ സുപ്പ് മസാജൊക്കെ കൊടുത്തിട്ട് ഇരിക്കുകയാണ്. ചെറുതായിട്ട് നമുക്ക് എല്ലായിടും ഒന്ന് മസാജൊക്കെ ചെയ്ത് അങ്ങോട്ട് പിടിപ്പിച്ച് നമുക്കൊരു 15 മിനിറ്റ് ഇവനെ അങ്ങ് ഇരുത്താം കേട്ടോ. ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് കിട്ടും. മസാജൊക്കെ അറിയാമല്ലോ. എപ്പോഴും മസാജ് ഒന്നും ചെയ്ത് നമ്മൾ കാണിക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോഴേ 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കാണാം. നമ്മൾ പായ്ക്കൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് കഴുകിയിട്ട് വന്നു. ഇന്നിപ്പോൾ ഉണങ്ങിയൊന്നും ഞാൻ നിങ്ങളെ കാണിച്ചില്ല. 15 മിനിറ്റ് ഇരുന്നതിന് ശേഷം നമ്മൾ കഴുകി അടിപൊളി കിടുക്കാച്ച റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇന്നാലും ഞാൻ ഇതുമാതിരി വേറൊരു പായ്ക്കും ചെയ്തായിരുന്നു. അടിപൊളിയാണ് കേട്ടോ. ഇത് അടിപൊളിയാണ്. നന്നായിട്ട് നമുക്ക് കളർ കിട്ടാനും ഒക്കെ സഹായിക്കുന്ന അടിപൊളി കിടുക്കാച്ച് പായ്ക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഓരോന്ന് മാറ്റി അങ്ങോട്ട് പിടിച്ച് നോക്കണം. നല്ല റിസൾട്ട് കിട്ടും. മുഖക്കുരു ഉള്ളവരൊന്നും ഇനി വിഷമിക്കൊന്നും വേണ്ട. ഒരുപാട് ടിപ്പുകളൊക്കെ ഉണ്ട്. നമ്മുടെ ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ ചെയ്ത് കാണിക്കുന്നുണ്ടല്ലോ. അപ്പോഴതൊക്കെ ചെയ്ത് നോക്കണം. പിന്നെ ഏത് തരം പായ്ക്കുകളാണെങ്കിലും മുടിയിലാണെങ്കിലും നമ്മുടെ മുഖത്ത് തന്നെ ചെയ്യുന്നതാണെങ്കിൽ ഒരു പ്രാവശ്യം കൊണ്ടൊന്നും നിങ്ങളെ ഈ പായ്ക്കളിട്ട് നിന്ന് പോകരുത്. തുടർച്ചയായിട്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ.
അത് ഏതിൻ്റെ ആണെങ്കിലും നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യാൻ നോക്കാം. ഒരു പ്രാവശ്യം ഒന്ന് തേച്ചത് കൊണ്ട് നമുക്കൊരു വ്യത്യാസവും കിട്ടത്തില്ല കേട്ടോ. തുടർച്ചയായിട്ട് രാവിലെയോ വൈകുന്നേരങ്ങളിൽ നമുക്കിത് ചെയ്യാം. പിന്നെ രാത്രിയിലും ചില പായ്ക്കുകളൊക്കെ ഇട്ടാൽ നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്ന പായ്ക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം. കിടു വീണ്ടും ഞാൻ പറയുന്നത് നല്ല പായ്ക്കായതുകൊണ്ടാണ് കേട്ടോ. അപ്പോഴേ ചെയ്ത് നോക്കുമെന്ന വിശ്വാസത്തോടെ സുപ്പു നാളെയും വരുന്നതാണ് കേട്ടോ. നാളെ അമ്പലത്തിലെ സപ്താഹമൊക്കെ ആയതുകൊണ്ട് നോക്കാം, അമ്പലത്തിൽ വേണോ നമുക്ക് ടിപ്പുകൾ എന്തെങ്കിലും ചെയ്യണോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കുമെന്ന വിശ്വാസത്തോടെ നമുക്ക് നാളെയും കാണാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പായ്ക്കൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നമുക്ക് നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാൻ കേട്ടോ.